നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് എന്ന കെമിസ്ട്രി 6ാമത്തെ ചാപ്റ്ററിൽ ആൽക്കെയിനുകൾ, ആൽക്കീനുകൾ, ആൽക്കൈനുകൾ ഇവ മൂന്നിനെ കുറിച്ചും അവയുടെ ജനറൽ ഫോർമുല എന്താണെന്നും അവയുടെ IUPAC നാമകരണവും എല്ലാം നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ മനസ്സിലാക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ്. ഈ ചാപ്റ്ററിന്റെ ഇതുവരെയുള്ള ഭാഗം നമുക്കൊന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ കാർബൺ ആറ്റത്തൊന്ന് പരിചയപ്പെടാം. കാർബൺ ആറ്റത്തിന്റെ ആറ്റോമിക നമ്പർ 6 ആണ്. കാർബൺ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, L ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ഇതിപ്പോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ K ഷെല്ലിൽ 1s2, അടുത്തത് 2s2, 2p2. ഇനി ഇതിന്റെ ബോർ മോഡൽ ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് ന്യൂക്ലിയസ്. ഇവിടെയാണ് പ്രോട്ടോൺ ഉണ്ടാവുക. ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണാണ്. ഇനി ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റുകളിലാണ് ഇലക്ട്രോണുകൾ ഉണ്ടാവുക. ഇതാണ് K ഷെൽ. ഇവിടെ 2 ഇലക്ട്രോൺ. അടുത്തതാണ് ഇവിടെയാണ് ബാക്കിയുള്ള 4 ഇലക്ട്രോൺ. 1, 2, 3, 4 ഇലക്ട്രോൺ. അപ്പൊ കാർബണിന് 4 ഇലക്ട്രോണുകളാണ് ഔട്ടർ ഷെല്ലിൽ. അപ്പൊ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ കാർബൺ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ. ഇങ്ങനെയാണത് റെപ്രസെന്റ് ചെയ്യുക. ഈ കാർബണിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന വാലൻസികളിലൊക്കെ ഹൈഡ്രജൻ ആറ്റം വന്ന് ഫിൽ ചെയ്യും. കാർബണിന്റെ ഒരു പ്രത്യേകത, കാർബണിന് ഇതുപോലെ അടുത്ത കാർബൺ ആറ്റവുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ കഴിയും. നീളത്തിലുള്ള ചെങ്ങലകളായോ ബ്രാഞ്ചഡ് ചെങ്ങലകളായോ ഇവയ്ക്ക് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ കഴിയും. അപ്പോ കാർബൺ ഇതുപോലെ തൊട്ടടുത്ത കാർബൺ ആറ്റങ്ങളുമായി ഏകബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ, അതായത് ഒരു ഇലക്ട്രോണിനെ മാത്രം പങ്കുവെച്ചു കൊണ്ടുള്ള ബന്ധനങ്ങളാണ് സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം. അപ്പൊ നമുക്കിനി ഈ കാർബണിന്റെ ഓരോ ഇലക്ട്രോണുകളെ അടുത്ത കാർബണുമായിട്ട് പങ്കിട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഇലക്ട്രോണുകളൊക്കെ അവിടെ ഫ്രീ ആയി നിൽക്കുകയാണ്. അങ്ങനെ ഫ്രീ ആയി നിൽക്കുന്ന ഇലക്ട്രോണുകളിലൊക്കെ വന്നിട്ട് ഹൈഡ്രജൻ ആറ്റം നിൽക്കും. അപ്പോ ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഹൈഡ്രജൻ വന്ന് ഫിൽ ചെയ്ത് നിൽക്കും. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് കാർബൺ ആറ്റത്തിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇതിന്റെ പേരാണ് സ്ട്രക്ചറൽ ഫോർമുല. ഇനി നമുക്ക് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കെയിൻ ഇതിനെ മൂന്നിനെ ഒന്ന് പരിചയപ്പെടാം. ഏകബന്ധനമുള്ള കോമ്പൗണ്ടുകളാണ് ആൽക്കെയിൻ. ആദ്യം നമുക്ക് ആൽക്കെയിനിൽ ഓരോന്നായിട്ട് ഒരു കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ കോമ്പൗണ്ടുകളാണ്. ഇപ്പോൾ ഒരു കാർബൺ എന്ന് പറയുമ്പോൾ കാർബണിന്റെ 4 വാലൻസികൾ, ആ 4 വാലൻസികളിലും ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യും. ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ, ഒരു കാർബൺ അല്ലേ. ഇനി രണ്ടാമത്തെ ആൽക്കെയിൻ കോമ്പൗണ്ട്, 2 കാർബൺ ആയിട്ടുള്ള ആൽക്കെയിൻ എങ്ങനെ ഉണ്ടാവും ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ആൽക്കെയിനുകളെ നോക്കിയിട്ട് ആൽക്കൈനുകളെ നോക്കാം. 2 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവിടെ ഒരു കാർബൺ, തൊട്ടടുത്തൊരു കാർബൺ. ഇതാണ് 2 കാർബൺ. ഈ 2 കാർബൺ ആറ്റങ്ങൾക്കും ഇതുപോലെ
4 വാലൻസികളുണ്ട്. അതിൽ ഈ സൈഡിലുള്ള രണ്ടാളുടെയും വാലൻസിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ വര രണ്ടാൾക്കും ബാധകം. ബാക്കി ഒന്നാമത്തെ കാർബണിന് 3 വാലൻസികൾ, രണ്ടാമത്തെ കാർബണിനും 3 വാലൻസികൾ. ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആര് വരും നമ്മൾ പറഞ്ഞു? ഹൈഡ്രജൻ ആറ്റം വന്ന് അറ്റാച്ച് ചെയ്യും. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇത് മറ്റൊരു ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ്. ഇനി ഈ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള മോളിക്കുലാർ ഫോർമുലയാണ് ഈ കാണുന്നത് CnH2n+2. കാർബൺ ആറ്റങ്ങളുടെ എണ്ണാണ് N. ഉദാഹരണം ഇവിടെ നോക്കൂ, കാർബൺ 1 അല്ലേ, അപ്പോൾ ഇവിടെ C1. എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 2 ഇൻറ്റു Nന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണം. 2 ഇൻറ്റു 1 എത്ര? 2 അല്ലേ, +2 4. അത് തന്നെയല്ലേ ഇവിടെ കാർബൺ 1 4 ഹൈഡ്രജൻ. അത് നമ്മള് CH4 എന്നെഴുതും. ഇതാണ് കാർബണിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. അപ്പൊ ഇതിന്റെ പേരാണ് കാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല. എങ്ങനെ എഴുതുന്നതാണ്? സ്ട്രക്ചറൽ ഫോർമുല. ഇതിനെ ചുരുക്കി എഴുതിയതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഈ കാർബൺ എടുക്കുക, ഒരു കാർബൺ 3 ഹൈഡ്രജൻ. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, CH3. ഇവയ്ക്കിടയിലുള്ള ബോണ്ടിങ് ഏതാ? സിംഗിൾ ബോണ്ട്. അടുത്ത കാർബണിന് ഇതുപോലെ ഒരു കാർബൺ 3 ഹൈഡ്രജൻ. ബാക്കിയുള്ള ഒരു വാലൻസി ഇവർ പരസ്പരം, ഈ കാർബണും പരസ്പരം പങ്കിട്ടു അല്ലേ? ആകെ ഉള്ള 4 വാലൻസികൾ ഫിൽ ചെയ്തു. അപ്പൊ CH3 ആണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇനി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഒന്നാമത്തെ മോളിക്കുലാർ ഫോർമുല ഇത് തന്നെ. രണ്ടാമത്തെ മോളിക്കുലാർ ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം നമ്പർ ഓഫ് കാർബൺ ആറ്റം 2 കാർബൺ, പിന്നെ ഹൈഡ്രജൻ ആറ്റങ്ങൾ എത്ര എണ്ണുണ്ട്? 6 ഹൈഡ്രജൻ ആറ്റം. 2ന്റെ ഇരട്ടി 4, അതിന്റെ കൂടെ 2 കൂട്ടിയാൽ ഇതാണ് കാർബണിന്റെ മോളിക്കുലാർ ഫോർമുല. തന്മാത്ര സൂത്രവാക്യമെന്ന് മലയാളത്തിൽ പറയും. ആൽക്കീനുകളെ നമുക്ക് നോക്കാം. ആൽക്കീൻസ്. ഡബിൾ ബോണ്ടുള്ള ഒരു ആൽക്കീന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാം. ഘടനാസൂത്രവാക്യം. ഡബിൾ ബോണ്ടഡ് ആൽക്കീൻ ആകുമ്പോൾ ആദ്യം തന്നെ 2 കാർബണുകൾ തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും. പിന്നെ ഈ കാർബണിനാകെ 2 വാലൻസികളല്ലേ ഉണ്ടാവൂ. അതുപോലെ ഈ കാർബണിന്റെയും ഒരു വാലൻസി ഇപ്പുറത്തും, ബാക്കിയുള്ള 2 വാലൻസികൾ ഇവിടെ. ഈ 2 കാർബൺ ആറ്റങ്ങളുടെയും 4 ഇലക്ട്രോണുകളാണെന്ന് വിചാരിക്കുക. 2 ഇലക്ട്രോണുകൾ വീതം ഈ 2 കാർബണും ഇവിടെ പങ്കിട്ടു. ബാക്കി ഓരോ ഇലക്ട്രോണുകളാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് കാർബൺ ആറ്റത്തിന്, ഓരോ കാർബൺ ആറ്റത്തിന് 4 ഇലക്ട്രോൺ, അതിൽ 2 ഇലക്ട്രോൺ ഇവിടെ, ബാക്കി 2 ഇവിടെയാണെന്ന് വിചാരിക്കുക. അതുപോലെ ഈ കാർബണിനും 2 ഇലക്ട്രോൺ ഇവിടെ, ബാക്കിയുള്ളത് 1 ഇവിടെ 1 ഇവിടെ. അതാണ് നമ്മൾ ഈ വരച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒഴിഞ്ഞു കിടക്കുന്ന കാർബൺ ആറ്റങ്ങൾ അറ്റാച്ച് ചെയ്യാത്ത ഈ വാലൻസികളിൽ ഹൈഡ്രജൻ വന്ന് ഹൈഡ്രജൻ ഇലക്ട്രോണുകളെ പങ്കിടും. ഓക്കെ, ഇതിന്റെ പേര്, ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതാൻ നോക്കിയേക്കാം. സ്ട്രക്ചറൽ ഫോർമുല അറിഞ്ഞു. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ കാർബൺ എടുക്കുക, C.
എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കുക. 2 CH2. ഈ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടിങ് ആണ് അടുത്തത്, ഡബിൾ ബോണ്ട്. എന്നിട്ട് ഈ കാർബണിന്റെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഇനി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതിയാലോ? മോളിക്കുലാർ ഫോർമുല എന്ത് വരും? നമ്പർ ഓഫ് കാർബൺ ആറ്റം ആദ്യം എഴുതുക, C2. പിന്നെ നമ്പർ ഓഫ് ഹൈഡ്രജൻ H4. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കിട്ടിയ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യമാണ് CnH2n. ഏതിലെ? ആൽക്കീനുകളിൽ. ആൽക്കീന് ഒരു ഉദാഹരണം കൂടി എഴുതിയിട്ട് നമുക്ക് നിർത്താം. ആൽക്കീന്റെ കാര്യം. 3 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആൽക്കീനാണ്. ആദ്യത്തെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടിങ് ആണ്. പിന്നെ ഒരു കാർബണിൽ സിംഗിൾ ബോണ്ട്. ഓക്കെ. ഇനി ഓരോ കാർബണിന്റെയും ബാക്കിയുള്ള വാലൻസികൾ നമുക്ക് എടുക്കണം. ഈ കാർബണിനെ മാത്രം നോക്കിയാൽ ഇവിടെ 2 വാലൻസി, ബാക്കി 2 വാലൻസി ഇവിടെ. ഈ കാർബണിനെ മാത്രം നോക്കിയാൽ 2 വാലൻസി ഇവിടെ പോയി, ഒരെണ്ണം ഇവിടെ പോയി, ബാക്കി ഒന്നേ ഉള്ളൂ. അത് നമുക്ക് ഇവിടെ എഴുതാം, മുകളിലോ താഴെ എഴുതാം. ഈ കാർബൺ നോക്കിയാൽ 1 വാലൻസി ഇവിടെ, ബാക്കി 2ആയി, 3ആയി, 4ആയി. അവന് ഒഴിഞ്ഞു കിടന്ന സ്ഥലത്തൊക്കെ ആര് വരുന്നു പറഞ്ഞു? നമ്മള് ഹൈഡ്രജൻ ആറ്റം വരുന്നു. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ഇതെന്താണ്? ഈ കാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇനി അടുത്തതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതലാണ്. കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ ഒന്നാമത്തെ കാർബൺ എടുക്കുക. കാർബൺ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എഴുതുക, CH2. അടുത്ത കാർബണുമായിട്ടുള്ള ബോണ്ടിങ് നോക്കുക, ഡബിൾ ബോണ്ടാണ്. എന്നിട്ട് കാർബൺ എഴുതുക. ആ കാർബണിലുള്ള ഹൈഡ്രജൻ നോക്കുക, ഒരെണ്ണേ ഉള്ളൂ. പിന്നെ അടുത്ത കാർബൺ എഴുതുക, അവിടെയുള്ള ഹൈഡ്രജൻ ആറ്റങ്ങൾ എഴുതുക, CH3. ഇനി ആൽക്കൈൻസ് നോക്കാം. ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല വരിക CnH2n -2 ആണ്. ആൽക്കൈനുകൾ പഠിച്ചു നമ്മള്. ആൽക്കൈനുകളെ പഠിച്ചപ്പോൾ ആൽക്കൈന്റെ ജനറൽ ഫോർമുല CnH2n +2 ആയിരുന്നു. സിംഗിൾ ബോണ്ടഡ് ആൽക്കൈനുകൾ. ഡബിൾ ബോണ്ടഡ് ആൽക്കീനുകൾ എത്തിയപ്പോൾ CnH2n മാത്രമായിരുന്നു. ഇവിടെ 2 വേണ്ട. എന്നാൽ ആൽക്കൈനിലേക്ക് വന്നപ്പോൾ CnH2n -2 ആയി. നമുക്കൊരു ഉദാഹരണം എഴുതാം. കാർബൺ ആറ്റത്തിന്റെ വാലൻസി മറക്കണ്ട, 4 ഡോട്ടുകൾ, 4 ഇലക്ട്രോണുകൾ. അതന്നെ നമ്മൾ 4 വരകളായിട്ട് റെപ്രസെന്റ് ചെയ്യും. ഈ കാർബൺ 3 ഇലക്ട്രോണുകളെ അപ്പുറത്തുള്ള കാർബണുമായിട്ട് പങ്കിട്ടു. അതുപോലെ ഈ കാർബണും തന്റെ 3 ഇലക്ട്രോണുകളെ ഇടതുവശത്തുള്ള കാർബണുമായി പങ്കിടുകയാണ്. ബാക്കി പേർക്ക് ആകെ 1 വാലൻസിയെ ബാക്കിയുള്ളൂ, അല്ലേ? അവിടെ ആര് വന്ന് നിൽക്കും? ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ. ഇതാണ് ഒരു ആൽക്കൈനിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇതേ ആൽക്കൈനിന്റെ കണ്ടൻസ്ഡ് ഫോർമുല നമ്മൾ എങ്ങനെ എഴുതും? CH∼CH. ഇതേ ആൽക്കൈനിന്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ എങ്ങനെ എഴുതും? 2 കാർബൺ, 2 ഹൈഡ്രജൻ. ഓക്കെ. ഇനി വേറൊരു ഉദാഹരണം കൂടി നോക്കാം. 3 കാർബൺ ഉണ്ട് വിചാരിക്കുക. 3 കാർബൺ, ആദ്യത്തെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട്, അടുത്ത കാർബൺ ഇങ്ങനെയാണ്. ഇനി ഈ കാർബണില് ഇവിടെ ഹൈഡ്രജൻ വന്നു, ഇവിടെയോ 3 വാലൻസി ഇവിടെ, 1 വാലൻസി ഇവിടെയും പോയി. ഈ കാർബണിന്റെ 4 വാലൻസികളും അപ്പുറവും ഇപ്പുറവുമുള്ള കാർബൺ ആറ്റങ്ങളുമായി പങ്കിട്ടു. ഇവിടെ ഹൈഡ്രജനെ കൊണ്ടുപോയിട്ട് വരച്ചു വെക്കാൻ പാടില്ല. ഈ കാർബണിനോ 1 വാലൻസി കാർബണുമായിട്ട്, ബാക്കി ഇവിടെ 3 ആള് ബാക്കിയുണ്ട്. ഇവിടെയൊക്കെ ഹൈഡ്രജൻ വന്നു നിൽക്കും. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പൊ എപ്പോഴും കാർബണിന്റെ
രൂപം ഇതാണ് എന്ന് മനസ്സിലാക്കുക. ആകെ 4 ഉള്ളൂ. ആ 4 3 വാലൻസികൾ ഈ കാർബൺ തൊട്ട അയലോക്കത്തുള്ള ഈ കാർബണുമായി പങ്കിട്ട, ബാക്കി ഇതിന് ഒരു വാലൻസ് ഇല്ല, അത് ഇവിടെയും പങ്കിട്ടു. പിന്നെ ഇവിടെ നമ്മൾ എന്ത് എഴുതാൻ പാടില്ല? ഹൈഡ്രജന് എഴുതരുത്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുമ്പോൾ ആദ്യത്തെ കാർബൺ ആണ് ഇത്. അത് നമ്മൾ എടുത്തു. അതിന്റെ കൂടെ ഒരു ഹൈഡ്രജൻ, പിന്നെ ട്രിപ്പിൾ ബോണ്ട്, അത് കഴിഞ്ഞൊരു കാർബൺ. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. പിന്നുള്ളത് ഈ കാർബൺ, അതിന്റെ കൂടെ 3 ഹൈഡ്രജൻ. ഇതാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. മോളിക്യുലാർ ഫോർമുല എഴുതുമ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3 കാർബൺ, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 1, ഇതിൽ 3 CH. ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര വരിക? ഇവിടെ 1, ഇവിടെ 3, അപ്പൊ CH4. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇതാണ് ആൽക്കെയിൻ. ആൽക്കെയിനിന്റെ ANE ഇതാണ് സഫിക്സ്. ആൽക്കീൻ ENE, ആൽക്കൈൻ YNE. ആൽക്കൈൻ ആകുമ്പോൾ സിംഗിൾ ബോണ്ട്, ആൽക്കീൻ ആകുമ്പോൾ ഡബിൾ ബോണ്ട്, ആൽക്കീൻ ആകുമ്പോൾ ട്രിപ്പിൾ ബോണ്ട്. ഇങ്ങനെ സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസിനെ പറയുന്ന വേറൊരു പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. പൂരിത ഹൈഡ്രോ കാർബണുകൾ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജനും കാർബണും കൂടിയ കോമ്പൗണ്ട്. ഇപ്പൊ ഇവിടെ ഈ 4 വാലൻസിയിലും ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്ത ഇത് ഒരു ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടായി. ഇത് ഡബിൾ ബോണ്ടഡ് ആൽക്കീൻ, ഇത് ട്രിപ്പിൾ ബോണ്ടഡ് ആൽക്കൈൻ. ഇവരെ രണ്ടുപേരെയും പറയുന്ന പേര് അൺസാച്ചുറേറ്റഡ്, അപൂരിത ഹൈഡ്രോ കാർബണുകൾ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അപൂരിത ഹൈഡ്രോ കാർബണുകൾ. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കൂ. ടെക്സ്റ്റ് ബുക്കില് ഇത് സ്ട്രക്ചർ ഓഫ് എ കോമ്പൗണ്ട്. ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇതെന്താണ്? 2 കാർബൺ ആറ്റങ്ങൾക്ക് ഇടയിൽ സിംഗിൾ ബോണ്ടാണ്. ഇതൊരു ആൽക്കെയിൻ ആണ്. ഇനി ഡബിൾ ബോണ്ട് ആകുമ്പോൾ നോക്കിക്കോ, ഇതൊരു ആൽക്കീൻ ആണ്. അതേ കോമ്പൗണ്ടിൽ ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ ഇതൊരു ആൽക്കൈൻ ആണ്. അതിന്റെ മോളിക്യുലാർ ഫോർമുലയിൽ വരുന്ന വ്യത്യാസം നോക്കൂ. C2H6 ആണ്. ഇവിടെ C2H4, C2H2. ആൽക്കെയിനിന്റെ ജനറൽ ഫോർമുല CnH2n+2. ആൽക്കീനിന്റെ ജനറൽ ഫോർമുല CnH2n. ആൽക്കൈനിന്റേത് CnH2n-2. ഇനി ഹൈഡ്രോ കാർബണുകൾക്ക് പേര് നൽകണം. നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാർബണുള്ളവ മെത്ത് എന്നാണ് അറിയപ്പെടുക. വേർഡ് റൂട്ട് മെത്ത്. 2 കാർബൺ ആകുമ്പോൾ എത്ത്. C3 3 ഉണ്ടാകുമ്പോൾ പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെന്റ്, 6 ആകുമ്പോൾ ഹെക്സ്, 7 വരുമ്പോൾ ഹെപ്റ്റ്, 8 വരുമ്പോൾ ഒക്ട്, 9 വരുമ്പോൾ നോൺ, 10 വരുമ്പോൾ ഡെക്ക്. ഈ വേർഡ് റൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു കാർബൺ ആറ്റമുള്ള സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് ആൽക്കൈനുകളാണെങ്കിൽ മെത്ത് പ്ലസ് ANE ചേർക്കണം. മീഥൈൻ. ഇവിടെ നോക്കൂ ഉദാഹരണം. ഇത് എന്താണ്? സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ, ആൽക്കൈൻ ആണ്. കാർബൺ ആറ്റങ്ങൾ 1 ആണ്. അപ്പൊ മെത്ത്, അതിന്റെ കൂടെ ആൽക്കൈന്റെ സഫിക്സ് ANE ചേർത്ത് അതിന്റെ പേര് മീഥൈൻ. രണ്ടാമത്തെ നോക്കൂ, 2 കാർബൺ ആറ്റങ്ങളുണ്ട്. അപ്പോ എത്ത് എന്നാണ് കൊടുക്കേണ്ടത്. പിന്നെ അവക്കിടയിൽ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടിങ് ഡബിൾ ആണ്. അപ്പൊ ആൽക്കീൻ ആണ്. അപ്പൊ എത്തിന്റെ കൂടെ ഇവിടെ സിംഗിൾ ബോണ്ട് ആണ്. അപ്പോ ആൽക്കൈൻ ആണ്. അപ്പൊ 2 ഉണ്ടാവുമ്പോ എത്ത്, അതിന്റെ കൂടെ സഫിക്സ് ANE കൂട്ടിയാൽ ഈഥെയിൻ ആണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. അപ്പോ ആദ്യത്തത് മീഥെയിൻ, മെത്ത് പ്ലസ് ANE മീഥെയിൻ. രണ്ടാമത്തെ എത്ത് പ്ലസ് ANE ഈഥെയിൻ. ഇനി നമ്മൾ നോക്കുന്നത് നോമൻക്ലേച്ചർ ഓഫ് അൺബ്രാഞ്ച്ഡ് ആൽക്കെയിൻസ്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു കാർബൺ ഉള്ള ആൽക്കെയിൻ. ഇതിന്
4 വാലൻസികൾ. ഇവിടെയൊക്കെ ഹൈഡ്രജൻ ആറ്റങ്ങൾ വന്നു. ഇതിന്റെ പേരെന്തായിരിക്കും? ഒരു കാർബൺ എന്ന് പറയുമ്പോൾ മെത്ത്, അതാണ് അതിന്റെ വേർഡ് റൂട്ട്. പിന്നെ ഇത് ആൽക്കെയിൻ ആണല്ലോ, അപ്പൊ ANE, ആൽക്കെയിനിന്റെ സഫിക്സ് എടുത്തു ANE. ഇതിന്റെ പേര് മീഥെയിൻ. അടുത്തത് 2 കാർബൺ ആറ്റങ്ങളാവുമ്പോഴോ 2 കാർബൺ, രണ്ടാളുടെയും ഓരോ വാലൻസി പരസ്പരം പങ്കിട്ടു. ബാക്കി ഇവിടെ 3 എണ്ണം, ഇവിടെയും 3 എണ്ണം. ഒഴിഞ്ഞ വാലൻസികളിലൊക്കെ ഹൈഡ്രജൻ വന്ന് നിൽക്കും. ഹൈഡ്രജൻ വന്ന് കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടും. അപ്പോ ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഇതാണ്. 2 കാർബൺ ആവുമ്പോൾ അതിന്റെ വേർഡ് റൂട്ട് എത്താണ്. പിന്നെ ഒരു സിംഗിൾ ബോണ്ടാണ് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ, അതായത് ANE എന്ന സഫിക്സ് റൂട്ട്. അതിന്റെ പേരെന്തായി? ഈഥെയിൻ. ഒരു ഉദാഹരണം കൂടി നോക്കാം. 3 കാർബൺ ആറ്റം ഉണ്ടാവുമ്പോൾ 3 കാർബൺ ആറ്റങ്ങൾ സിംഗിൾ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. അപ്പോ ഇവിടെ ഈ കാർബണൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 2 വാലൻസി ഇടത്തും വലത്തുമായി നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള 2 എണ്ണാണ് ഇവിടെ ഒരു വാലൻസി പോയിട്ടുള്ളൂ, 3 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഹൈഡ്രജൻ ആറ്റം വരും, എന്നിട്ട് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് നിൽക്കും. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജനെ നടുവിലുള്ള കാർബണിന് ഉണ്ടാവുള്ളൂ. ഇനി ഇതിന്റെ പേര് എഴുതാം അല്ലെ. 3 കാർബൺ എന്ന് പറയുമ്പോൾ പ്രൊപ്പാണ് അതിന്റെ വേർഡ് റൂട്ട്. പിന്നെ സിംഗിൾ ബോണ്ടാണ് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ, അതുകൊണ്ട് ആൽക്കെയിനിന്റെ സഫിക്സ് ANE. ഇതെന്താണ്? പ്രൊപ്പെയിൻ. പ്രൊപ്പ് ANE, പ്രൊപ്പ് ANE, പ്രൊപ്പെയിൻ. 4 എണ്ണുണ്ടെങ്കിൽ ബ്യൂട്ടെയിൻ, 5 എണ്ണുണ്ടെങ്കിൽ പെന്റെയിൻ, എക്സെട്ര. നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് 5 കാർബൺ ആറ്റങ്ങളെ എങ്ങനെയൊക്കെ എഴുതാം? 5 കാർബൺ ആറ്റങ്ങളെ നമുക്കിങ്ങനെ നീളത്തിലുള്ള ഒരു ചെയിൻ ആക്കിയിട്ട് എഴുതാം. അതല്ലെങ്കിലോ 4 കാർബൺ, ഇനി 1 കാർബൺ ഇവിടെ എഴുതി. ഇപ്പോഴും 5 കാർബൺ തന്നെയല്ലേ. 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ പറയാ? 5 കാർബൺ ആറ്റം അവക്കിടയിലുള്ള ബോണ്ടിങ് സിംഗിൾ ബോണ്ടിങ് ആണ്. അപ്പോ നമ്മൾ എന്താ ഇതിന് പറയാ? 5 കാർബൺ എന്ന് പറയുമ്പോൾ പെന്റ് എന്നാണ് വേർഡ് റൂട്ട്. പിന്നെ സിംഗിൾ ബോണ്ടഡ് ആയതുകൊണ്ട് ആൽക്കെയിനിന്റെ സഫിക്സ് ANE, പെന്റെയിൻ എന്ന് പറയും. പക്ഷെ ഇതിലും 5 കാർബൺ തന്നെയാണ്. അപ്പൊ ഇതിനെ നമുക്ക് പെന്റെയിൻ എന്നാണോ പറയാ, അതോ ഇതൊരു ബ്രാഞ്ച് ആണ് അപ്പൊ ബ്യൂട്ടെയിൻ എന്ന് പറയോ? ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസിൽ പഠിക്കാം. അപ്പൊ ഇതിന് ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കണക്കാക്കുന്നത് ബ്രാഞ്ച് ആയിട്ടാണ്. ഈ ബ്യൂട്ടെയിൻ എന്ന 4 കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബണിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് നമ്മൾ ഈ കാർബണിനെ കണക്കാക്കുക. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് നോക്കാം. ഇപ്പോ ഈ കാർബണിന്റെ ബാക്കിയുള്ള വാലൻസികളിലൊക്കെ ഹൈഡ്രജൻ ഫിൽ ചെയ്ത കണ്ടൻസ്ഡ് ഫോർമുലയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്കിതിന് പേര് കൊടുക്കണം. IUPAC നോമൻക്ലേച്ചർ അനുസരിച്ച് ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5 അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട്, ഈ മെയിൻ ചെയിനിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിനെ പറയുന്ന പേര് മീഥൈൽ റാഡിക്കൽ എന്നാണ്. ഇതിന്റെ പേര് എന്താണ്? ഇതാണ് മീഥൈൽ റാഡിക്കൽ. മീഥൈൽ റാഡിക്കൽ. ഇത് CH3 CH2 ആണെങ്കിൽ ഈഥൈൽ റാഡിക്കൽ ആവും. അപ്പൊ ഇനി അടുത്തത് ഈ മീഥൈൽ റാഡിക്കലിനെ മീഥൈൽ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന് ഏറ്റവും കുറഞ്ഞ നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ ചെയ്യാൻ. നമുക്ക് 1, 2, 3, 4 ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ 4ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഈ മീഥൈൽ റാഡിക്കൽ ഉള്ളത് അല്ലേ. നേരെ മറിച്ച് ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിലോ 1, 2, 3, 4 അപ്പൊ ഇവിടെ 1ാമത്തെ കാർബണിലായിരിക്കും മീഥൈൽ റാഡിക്കൽ അറ്റാച്ച് ചെയ്യുക.
IUPAC നോമൻക്ലേച്ചർ അനുസരിച്ച് നമ്മൾ കാർബൺ ഈ മീഥൈൽ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ വരണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്പർ കൊടുക്കുക 1 2 3 4. ഇനി ഈ മീഥൈൽ റാഡിക്കൽ അറ്റാച്ച് ചെയ്തതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതെങ്ങനെ എഴുതുക? ഒന്നാമത്തെ കാർബണിലാണ്. അപ്പൊ 1 എന്ന് എഴുതി ഒരു വര ഇടുക. എന്നിട്ട് മീഥൈൽ. ഇനി ഇതില് 4 കാർബൺ ആയിട്ടുള്ളതുകൊണ്ട് ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. മീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ് ഇതിന്റെ പേര്. അടുത്തത് ഇതേ കാർബൺ ചെയിനിലെ ഈ മീഥൈൽ പെന്റൈന്റെ സ്ഥാനം ഒന്ന് മാറ്റി നമ്മൾ രണ്ടാമത്തെ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പേരെങ്ങനെ മാറും? അപ്പൊ ഇവിടെയല്ല, ഇത് ഞാൻ വെട്ടി, ഇവിടെ ഇല്ല, അതിന് പകരം ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ പേരെങ്ങനെയായിട്ട് മാറും? 2-മീഥൈൽ ബ്യൂട്ടൈൻ എന്നായി മാറും. എന്താ ചെയ്യേണ്ടത്? ഈ ബ്രാഞ്ചിന്റെ ചെയിനിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം കാർബൺ ആറ്റങ്ങളെ നമുക്ക് പേരിടാം. അപ്പൊ ഇവിടെ ആവുമ്പോ നമുക്ക് ഇവിടുന്ന് 1 2 3 4 മൂന്നാമത്തെ കാർബണിലായിരിക്കും മീഥൈൽ റാഡിക്കൽ വരിക. എന്നാൽ നമ്മൾ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കുന്നത് 1 2 3 4. ഇവിടെ നിന്നാണെങ്കിലോ രണ്ടാമത്തെ കാർബണിലായിരിക്കും മീഥൈൽ റാഡിക്കൽ വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുക കാർബൺ ആറ്റങ്ങൾക്ക് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നെയിം ചെയ്യണം. അതായത് മീഥൈൽ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവേണ്ടത് ലോവസ്റ്റ് കാർബണിലായിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ മീഥൈൽ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ നമ്പർ എഴുതുക 2, ഒരു വര ഇടുക. എന്നിട്ട് ആ മീഥൈൽ റാഡിക്കലിന്റെ പേര് ആദ്യം എഴുതിയിട്ട് മാത്രം ഈ മദർ ചെയിനിന്റെ പേര് എഴുതുക. അത് എന്താണ്? ബ്യൂട്ടൈൻ ആണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കൂ. ഇത് 1 2 3 4 5 കാർബൺ ആറ്റുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതിലൊരു മീഥൈൽ റാഡിക്കൽ ഉണ്ട്. നമ്മൾ നെയിം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് നെയിം ചെയ്താൽ 1 2 3 4 നാലാമത്തെ കാർബണിലാണ് മീഥൈൽ റാഡിക്കൽ ഉള്ളത്. IUPAC നിയമപ്രകാരം ഈ ബ്രാഞ്ച് ചെയിനിന് ലോവസ്റ്റ് നമ്പർ വരണം. അപ്പൊ നമ്മൾ ഇവിടുന്നാണ് നെയിം ചെയ്യുക. അങ്ങനെ നെയിം ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് മീഥൈൽ റാഡിക്കൽ ഉണ്ടാവുക. പേരെന്താ കൊടുക്കുക? 2-മീഥൈൽ. പിന്നെ ഇവിടെ എത്ര ഉണ്ട്? 5 കാർബണില്ലേ? പെന്റൈൻ. അപ്പൊ 2-മീഥൈൽ പെന്റൈൻ എന്നാണ് ഇതിന്റെ പേര് വരിക. അടുത്തത് നോക്കൂ. ഇവിടെ കൃത്യം നടുവിലാണ് മീഥൈൽ റാഡിക്കൽ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പേര് കൊടുത്താൽ ഇത് മൂന്നാമത്തെ കാർബണിലാണ്. ഇവിടുന്ന് പേര് കൊടുത്താലും മൂന്നാമത്തെ കാർബണിലാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം 1 2 3 4 5. എന്നിട്ട് ഇത് മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? 3 ഒരു വരടുക. എന്നിട്ട് മീഥൈൽ എത്ര കാർബൺ ഉണ്ട്? 5 അല്ലേ? 3-മീഥൈൽ പെന്റൈൻ. അടുത്തത് നോക്കൂ. ഇത് ഇവിടെ എങ്ങനെ 1 2 3 4 5 കാർബൺ ആറ്റം ഉണ്ടാവും. അപ്പൊ ഇതൊരു ഈഥൈൽ റാഡിക്കൽ ആവും. ഇവിടെ നിന്ന് നമ്പർ ചെയ്താലോ 1 2 3 4 5. അപ്പോഴും ഇതൊരു ഈഥൈൽ റാഡിക്കലാണ് അല്ലെ? ഇതെന്താ? CH3 CH2 2 കാർബൺ ആറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈഥൈൽ റാഡിക്കൽ. ഇവിടെ ഒരു കാർബൺ ആറ്റുള്ളതുകൊണ്ട് മീഥൈൽ റാഡിക്കലായി. ഇതിന്റെ പേരെങ്ങനെ കൊടുക്കാം? 1 2 3 4 5. ഇനി പേരെങ്ങനെ കൊടുക്കാം? 3 എന്ന് എഴുതുക ആദ്യം. എന്നിട്ടൊരു വരടുക. എന്നിട്ട് ബ്രാഞ്ചിന്റെ പേര് കൊടുക്കുക. ഇത് ഈഥൈലാ. 3-ഈഥൈൽ. പിന്നെ പെന്റൈൻ മെയിൻ ചെയിനിന്റെ പേരെഴുതുക. 3-ഈഥൈൽ പെന്റൈൻ. ഇനി ഇത് നോക്കൂ. 1 2 3 4. ഇവിടുന്ന് എണ്ണിയ രണ്ടാമത്തെ കാർബണിലാണ് ഈഥൈൽ റാഡിക്കൽ. കാർബൺ ആറ്റങ്ങൾക്ക് ഇവിടുന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 മൂന്നാമത്തെ കാർബണിലാവും ഈഥൈൽ റാഡിക്കൽ.
അപ്പൊ നിയമം എന്താണ്? ഈ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റത്തിന് കുറഞ്ഞ നമ്പർ വരണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്യുക 1 2 3 4. ഈ പേര് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ കാർബണിലായതുകൊണ്ട് 2 എന്ന് എഴുതുക, ഒരു ഹൈഫൺ ഇടുക, റാഡിക്കലിന്റെ പേര് ഈഥൈൽ. പിന്നെ മെയിൻ ചെയിൻ 4 കാർബൺ ആറ്റങ്ങളുള്ള സാച്ചുറേറ്റഡ് ആൽക്കെയിൻ 2 ഈഥൈൽ ബ്യൂട്ടെയിൻ 2 ഈഥൈൽ ബ്യൂട്ടെയിൻ. ഇനി നമ്മൾ നോക്കുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺ വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള ഹൈഡ്രോകാർബൺസിന്റെ നെയിമിംഗ് എങ്ങനെയാണ്? അതിനൊരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കോ, 7 കാർബൺ ആറ്റങ്ങളുണ്ട്. അതിൽ 2 മീഥൈൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ കാർബൺ ആറ്റങ്ങളോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകൾക്ക് ഏറ്റവും ലോവസ്റ്റ് നമ്പർ തരുന്ന രീതിയിൽ വേണം നമ്പർ ചെയ്യാൻ. അപ്പൊ ഇവിടെ 2 തരത്തിൽ നമ്പർ കാണിച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 ഇങ്ങനെ നമ്പർ ചെയ്താല് രണ്ടാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലുമാണ് മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. ഇനി ഇവിടുന്ന് നമ്പർ ചെയ്താലോ 4ാമത്തെ കാർബണിലും 6ാമത്തെ കാർബണിലും ആയിരിക്കും. അപ്പൊ നമ്മൾ ഏതാ തെരഞ്ഞെടുക്കുക? ഇത് അല്ലേ? അപ്പൊ ഇവിടുന്ന് നമ്മൾ നെയിം ചെയ്ത 1 2 3 4 5 6 7. ഇനി നമ്മൾ പേര് കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലും മീഥൈൽ ഗ്രൂപ്പുകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 2, 4 എന്നെഴുതിയിട്ട് ഒരു വരയിടുക. എന്നിട്ട് ഡൈ, 2 എണ്ണത്തിന് ഡൈ ക്യാപിറ്റൽ കൊടുക്കുക. ഡൈ മീഥൈൽ. ഇനി മദർ ചെയിൻ ഏതാണ്? 7 കാർബണുള്ള സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബണാണ്. അപ്പൊ 2,4 ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ എന്നായിരിക്കും ഇതിന്റെ പേര് വരിക. അതാവിടെ 2,4 ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ ആണ് ഇതിന്റെ പേര്. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിന്റെ നമുക്ക് ഒന്ന് പേര് എഴുതി നോക്കാം ഈ ഹൈഡ്രോ കാർബണിന്റെ. അപ്പൊ ഇതിലും എന്തുണ്ട്? 2 ബ്രാഞ്ചുകളുണ്ട് അല്ലെ? നമ്മുടെ ഹെഡിങ് തന്നെ എന്താണ്? നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള ഹൈഡ്രോ കാർബണിന്റെ നാമകരണം. അപ്പൊ ഇവിടുന്ന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? കാർബൺ ആറ്റങ്ങൾക്ക് പേര് കൊടുക്കണം. പേര് കൊടുക്കുമ്പോൾ ബ്രാഞ്ചുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവേണ്ട കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് നമ്പർ വരണം. ഇവിടുന്ന് നമ്പർ ചെയ്താൽ 1 2 3 4 5. രണ്ടാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലും ആയിരിക്കും ഈഥൈൽ ഗ്രൂപ്പുകൾ ഉള്ളത്. ഇവിടെ നിന്നാണെങ്കിലോ 1 2 3 4 ഒരേപോലെ ഇവിടെയും 2ാമത്തെയും 4ാമത്തെയും കാർബൺ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പേര് കൊടുത്തു 1 2 3 4 5. എന്നിട്ട് നമ്മൾ പേര് എഴുതാം. എന്താ വേണ്ടത്? 2 4 കോമട്ട് എഴുതി ഒരു വരട്ടിട്ട് ഡൈ മീഥൈൽ 5 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് പെന്റെയിൻ 2,4 ഡൈ മീഥൈൽ പെന്റെയിൻ. ഇനി ഈ ഒരു കോമ്പൗണ്ട് നോക്കൂ. ടെക്സ്റ്റ് ബുക്കിലെ 105ാമത്തെ പേജില് CH3 CH CH3 CH CH CH3 ഇതിന്റെ IUPAC എഴുതുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? 3 ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ബ്രാഞ്ചുകൾക്ക് ഏറ്റവും ലോവസ്റ്റ് കാർബണിന്റെ നമ്പർ കിട്ടുന്ന രീതിയിൽ എഴുതണം. ഇവിടെ നിന്ന് നമ്പർ ചെയ്താൽ 1 രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ റാഡിക്കൽ ഉണ്ട്. 3 4ാമത്തെ കാർബണിൽ ഒരു മീഥൈൽ റാഡിക്കൽ. 5ാമത്തെ കാർബണിൽ ഒരു മീഥൈൽ റാഡിക്കൽ. ആകെ 6 കാർബണുകൾ. ഇവിടുന്നാണെങ്കിലോ 2ാമത്തെ കാർബണിലും 3ാമത്തെ കാർബണിലും 5ാമത്തെ കാർബണിലും.
അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നും നെയിം ചെയ്യുന്ന രീതിയാണ്. അപ്പോഴാണ് കാർബൺ ആറ്റങ്ങൾക്ക് കുറഞ്ഞ നമ്പർ വരുന്നത്. അങ്ങനെ ആദ്യം തന്നെ 1 2 3 4 5 6 എന്നിങ്ങനെ നമ്പർ ഇടുക. ശേഷം ഈ അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റങ്ങളുടെ നമ്പറുകൾ എഴുതുക. 2 3 5 ട്രൈ മീഥൈൽ ഹെക്സേൻ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതാ അതിന്റെ പേര് എഴുതിയത്. IUPAC നെയും 2 3 5 ട്രൈ മീഥൈൽ ഹെക്സൈൻ. 2 3 5 ട്രൈ മീഥൈൽ ഹെക്സൈൻ. ഇനി അതുപോലെ വേറൊരു ഉദാഹരണം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതപ്പോ നമ്മൾ എങ്ങനെ ചെയ്യാം? ഇവിടുന്ന് നെയിം ചെയ്യാം. 1 2 3 4 5 6 7. അപ്പോ രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും ആറാമത്തെ കാർബണിലുമായിരിക്കും ബ്രാഞ്ചുകൾ മീഥൈൽ റാഡിക്കൽസ് ഉണ്ടാവുക. ഇവിടെ നിന്നോ 1 രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞാൽ പിന്നെ അഞ്ചാമത്തെ ആറാമത്തെ കാർബണിലായിരിക്കും. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നും കാർബൺ ആറ്റങ്ങൾക്ക് നെയിം ചെയ്യുന്ന രീതിയാണ്. 1 2 3 4 5 6 7. ഇനി പേര് എഴുതുമ്പോ എങ്ങനെ എഴുതണം? 2 3 6 ഒരു ഹൈഫൺ ഇടുക. ട്രൈ മീഥൈൽ 7 ഉണ്ട്. അപ്പോൾ ഹെപ്റ്റൈൻ. ഇങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. ഇനി 2 3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്ന് പേര് തന്നു. ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് എഴുതാൻ കഴിയോ? അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്താ ചെയ്യുക? ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും. അതില് രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും മീഥൈൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഇവിടെ CH3, ഇവിടെയും CH3. ഇനി ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് വെച്ചു കൊടുക്കണം. ഇവിടെ കാർബണിന് ഒരു വാലൻസ് ഇവിടെ പോയി, ബാക്കി 3 ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ H അല്ലെങ്കിൽ CH3 എന്ന് എഴുതാം. പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, കാരണം ബാക്കി 3 സ്ഥലത്ത് 1 2 3 വാലൻസ് പോയി. ഇവിടെയോ? ഇവിടെ അങ്ങനെ തന്നെ ഒരു ഹൈഡ്രജൻ. ഇവിടെ 3 സ്ഥലത്ത് ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടൻസ്ഡ് ഫോർമുലാക്കിയിട്ട് ഇതിനെ എഴുതിയാല് CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും മീഥൈൽ റാഡിക്കൽ ഉണ്ട്. നമ്മൾ നെയിം ചെയ്യാം. ഇവിടുന്നാണെന്ന് കൊടുക്കുക. 1 2 3 4. അപ്പൊ ഇവിടെ ഒരു മീഥൈൽ റാഡിക്കൽ, ഇവിടെയും ഒരു മീഥൈൽ റാഡിക്കൽ. മീഥൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോയാൽ അതാണ് മീഥൈൽ റാഡിക്കൽ. അപ്പൊ ഇങ്ങനെയായിരിക്കും 2 3 ഡൈ മീഥൈൽ ബ്യൂട്ടൈൻ. അടുത്ത നമ്മൾക്ക് നോക്കാനുള്ള ടോപ്പിക് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ഏതൊക്കെയാണ്? ആൽക്കീനുകളും ആൽക്കൈനുകളും, ഡബിൾ ബോണ്ടഡ് ആൽക്കീനുകളും ട്രിപ്പിൾ ബോണ്ടഡ് ആൽക്കൈനുകളും. നോക്കൂ, ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, ഇത് ശ്രദ്ധിക്കണം. ക്ലാസിഫൈ ആൻഡ് ടാബുലേറ്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ടു ആൽക്കെയിൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ഇവിടെ ആൽക്കീനുകളാവുമ്പോൾ CnH2n+2 ആണ്. അതായത് കാർബൺ എത്രയാണോ അതിന്റെ ഇരട്ടിയുടെ കൂടെ 2 എണ്ണം കൂട്ടിയ ഹൈഡ്രജന്റെ കിട്ടും. ആൽക്കീൻ ആവുമ്പോൾ CnH2n, അതായത് കാർബൺ എത്ര ഉണ്ടോ അതിന്റെ ഇരട്ടി ആയിരിക്കും ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം. ആൽക്കൈനുകളാവുമ്പോൾ കാർബൺ എത്ര ഉണ്ടോ അതിന്റെ ഇരട്ടിയിൽ നിന്നും 2 കുറച്ചതായിരിക്കും. അത്രയും ക്ലൂ വെച്ച് നമുക്കത് കണ്ടുപിടിക്കാം. C5H10 കാർബൺ ആറ്റങ്ങളുടെ നേരെ ഇരട്ടിയാണ് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ അത് ആൽക്കീനിലാ വരിക. കാരണം എന്താണ്? ആൽക്കീനിന്റെ ഫോർമുല CnH2n ആണ്, എന്നിന്റെ നേർ ഇരട്ടി.
അടുത്തത് C6H10. അപ്പൊ എത്ര വരിക? കാർബൺ 6, അതിന്റെ ഇരട്ടി 12, അതിൽ നിന്നും 2 കുറച്ച 10. അതായത് ആൽക്കൈനിലാണ് വരിക. കാരണം കാർബൺ എത്രയാണോ അതിന്റെ ഇരട്ടിയിൽ നിന്നും 2 കുറച്ചതാണ് ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല. അടുത്തത് C2H4, കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ, അത് ആൽക്കീൻ. C5H12, കാർബൺ അതിന്റെ ഇരട്ടി 10, അതിനോട് 2 കൂട്ടിയ 12, അതായത് ആൽക്കെയിൻ. കാരണം ആൽക്കെയിനിന്റെ ജനറൽ ഫോർമുല CnH2n+2. ഇനി C7H12, ഇതോ കാർബണിന്റെ ഇരട്ടി 14, അതിൽ നിന്ന് 2 കുറച്ചാൽ 12, അതായത് ആൽക്കൈൻ. C10H22, കാർബണിന്റെ ഇരട്ടിയുടെ കൂടെ 2 കൂട്ടിയാലാണ് H22 കിട്ടുക. ഈ 3 ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ആൽക്കെയിൻ. അടുത്തത് C4H10, കാർബണിന്റെ ഇരട്ടിയുടെ കൂടെ 2 കൂട്ടിയാലും ആൽക്കെയിൻ. C4H8, കാർബണിന്റെ നേരെ ഇരട്ടി, അതായത് ആൽക്കീൻ. C4H6, കാർബണിന്റെ ഇരട്ടിയിൽ നിന്നും 2 കുറച്ചാൽ, അതായത് ആൽക്കൈൻ. ഇനി നമ്മളുടെ വിഷയം എന്താണ്? ഇതിന്റെ ഇങ്ങനത്തെ ഈ ആൽക്കൈനുകളുടെയും ആൽക്കീനുകളുടെയും പേരെഴുതുന്നത് എങ്ങനെ എന്ന് നോക്കാം. അപ്പോൾ ഈ ഹൈഡ്രോ കാർബണിന്റെ നെയിമിംഗ് എങ്ങനെ നോക്കാം. ആദ്യം കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ചെയ്യുന്നു. അപ്പൊ നമ്പർ ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ചെയ്യാം. അപ്പൊ 1, 2, 3, 4 ഇങ്ങനെ നമ്പർ ചെയ്താൽ ഒന്നാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട്. ഇവിടെ എന്താണ് നമ്പർ ചെയ്തിരുന്നെങ്കിലോ 1, 2, 3 മൂന്നാമത്തെ കാർബണിലായിരിക്കും ഡബിൾ ബോണ്ട് വരിക. അപ്പൊ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യുക. 1, 2, 3, 4. ഇത് പേരെഴുതുമ്പോൾ നോക്കുക. ആദ്യം തന്നെ ഇതിന്റെ വേർഡ് റൂട്ട് എഴുതുക. വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ട്. പിന്നെ ഡബിൾ ബോണ്ട് ഉള്ളത് എവിടെയാണ്? അതൊരു വരട്ടിട്ട് 1 എന്ന് സൂചിപ്പിക്കുക. പിന്നെ ആൽക്കീനാണ് അല്ലെ, അതിന്റെ സഫിക്സ് ENE. ബ്യൂട്ട് 1 1 സാധാരണ നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങനെ പറയാറില്ല. അപ്പൊ ബ്യൂട്ടീൻ എന്ന് എഴുതിയാലും ശരിയാണ്. ഡബിൾ ബോണ്ടിന് എന്തായിരുന്നോ നിയമം അത് തന്നെയാണ് ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ കോമ്പൗണ്ട്സിനും നെയിം ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ഇപ്പൊ CH3 C ട്രിപ്പിൾ ബോണ്ട് CH3, ഇതിനെ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? ഇവിടെ നിന്നും നമ്പർ ചെയ്താല് 1, 2 രണ്ടാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ നിന്നും നമ്പർ ചെയ്താലോ രണ്ടാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. ഇവിടുന്ന് കൊടുത്താൽ 1, 2, 3, 4. അപ്പോ ഇത് 4 കാർബൺ ഉണ്ട് അല്ലെ. അപ്പൊ ബ്യൂട്ട് രണ്ടാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് 2. പിന്നെ ആൽക്കൈനിന്റെ സഫിക്സ് YNE, ബ്യൂട്ട് 2 YNE ഇങ്ങനെയാണ് എഴുതുക.